ഉറപ്പിച്ച് കിടത്തി. നടക്കാനും പോകാനും വരാനും സൗകര്യങ്ങളൊക്കെ അല്ലാഹു നൽകി. വലിയ ഒരു അനുഗ്രഹമാണ് അല്ലാഹു സ്വഹാബത്തിന് നൽകിയത്. ആ അനുഗ്രഹം മുഖേന ഇഷ്ടം പോലെ വെള്ളം കിട്ടിയപ്പോ ഒരു ചാലവട കുടിച്ചിട്ട് വെള്ളം അവര് കെട്ടി നിർത്തിയ വെള്ളം വുളു എടുക്കാനും കുടിക്കാനും ഉപയോഗിക്കാൻ വേണ്ടി കെട്ടി നിർത്തിയതാണ്. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹു നൽകുന്ന അനുഗ്രഹമാകുന്ന വെള്ളം അത് എല്ലാവർക്കും ഉള്ളതാണ്. ഒരാൾക്കും അതിൽ അവകാശവാദം ഉന്നയിക്കാൻ അധികാരമില്ല. എന്റെ വീട്ടിലെ കിണറ് അത് ഞാൻ കാശ് കൊടുത്ത് കുഴിച്ച കിണറാണെങ്കിലും ആർക്കും അതിൽ നിന്ന് വെള്ളം എടുക്കാൻ അവകാശമുണ്ട്. വെള്ളത്തിന് വേണ്ടി ആരെങ്കിലും വരുമ്പോ അതിൽ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് പറയാൻ പാടില്ല. നിങ്ങളെ കിണറ്റിൽ നിന്നൊരു മോട്ടോർ വെച്ച് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എളുപ്പത്തിൽ സമ്മതിക്കണം. വെള്ളം ഉണ്ടോ? മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുമ്പോ അല്ലാഹു നമുക്ക് കൂടുതൽ സഹായം തരും. ലോകത്ത് തടയാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഒരു കാര്യമാണല്ലോ വെള്ളം. മൂന്ന് കാര്യങ്ങൾ തടയാൻ പാടില്ല. അതിൽപ്പെട്ട ഒന്നാണ് അൽമാഉ, വെള്ളം ആര് ചോദിച്ചാലും കൊടുക്കണം. വെള്ളം ആര് വന്ന് ചോദിച്ചാലും കൊടുക്കണം. വെള്ളത്തിന് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ വെള്ളം കൊടുത്ത് സഹായം നൽകണം. കാരണം വെള്ളം ഒരാളുടെയും അധീനതയിൽപ്പെട്ടതല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വെള്ളം എടുക്കാൻ വേണ്ടി ഹൗദിന്റെ അടുത്തേക്ക് ഒരാൾ വന്നപ്പോ സ്വഹാബത്ത് തടയാൻ പോയ സമയത്ത് തങ്ങൾ പറഞ്ഞു, തടയാൻ പറ്റൂല, കുടിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വന്നതാണ്. വെള്ളം എടുത്തു പോയിക്കോട്ടെ, വെള്ളം എല്ലാവർക്കും ഉള്ളതാണ്. കുറച്ചുകൂടി നേരം കഴിഞ്ഞ് വേറൊരാൾ വന്നു. അയാള് വന്നത് വെള്ളമെടുക്കാനല്ല, ആ കുളം പൊളിക്കാനാണ്. അത് അക്രമമാണ്, അക്രമം ചെയ്യാൻ പാടില്ല. ആ അക്രമത്തെയാണ് ഹംസ റളിയല്ലാഹു അൻഹു തടഞ്ഞത്. അതിനാണ് ഹംസ റളിയല്ലാഹു അൻഹു നേരിട്ടത്. വെള്ളം എടുക്കുന്നതിന് തടസ്സമല്ല. നേരത്തെ നിന്റെ സഹോദരൻ വെള്ളം എടുത്തു പോയതുപോലെ നിനക്കും പോകാം. പക്ഷേ അസ്വദ് പറഞ്ഞത് വെള്ളം എടുക്കാനല്ല ഞാൻ വന്നത്. എന്താ നിങ്ങൾക്ക് മാത്രം ഒരു ടാങ്ക്, നിങ്ങൾക്ക് മാത്രം ഒരു കുളം, അത് പാടില്ല, അത് പൊളിക്കാനാണ് ഞാൻ വന്നത്. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അക്രമമാണ്, അത് നീ ചെയ്യരുത്. വെള്ളം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതല്ലേ, എന്തിന് കുളം നീ പൊളിക്കണം? ആ അക്രമത്തെ തടഞ്ഞപ്പോഴാണ് അസ്വദിന്റെ കഥ കഴിഞ്ഞത്. പക്ഷേ സഹോദരങ്ങളെ, അവന്റെ ലക്ഷ്യം അവൻ ചെറിയ രൂപത്തിൽ നിറവേറ്റി. അവന്റെ കാല് പതുക്കെ ആ കെട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒന്ന് രണ്ട് കല്ലുകൾ അവന്റെ വിരല് കൊണ്ട് അവൻ ഉന്തി നീക്കി. ഒരു ചെറിയ ഭാഗം അവൻ പൊളിച്ചു. മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവൻ ചെയ്ത കാര്യം അതാണ്. ഇരിക്കട്ടെ, അസ്വദിനെ തടഞ്ഞത് വെള്ളം എടുക്കാൻ വേണ്ടി വന്നത് അല്ല. കുളം പൊളിച്ച് അക്രമം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അക്രമത്തെ തടഞ്ഞതാണ്. അക്രമം ഒരാളുടെ ഭാഗത്തൊന്നും വരാൻ പാടില്ല. ഒരൊറ്റ മനുഷ്യനും ദുൽമ് ചെയ്യാൻ പാടില്ല. ഒരാൾക്കും അനീതി ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം എല്ലാവരോടും നിർദ്ദേശിക്കുന്ന നിർദ്ദേശമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് വെള്ളം വലിയ അനുഗ്രഹമാണ്. കൂട്ടത്തിൽ പറയട്ടെ, എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പാകത്തിനെ ഉപയോഗിക്കാവൂ. പാകത്തിലപ്പുറം വെള്ളം ഉപയോഗിക്കുന്നത് സഹോദരന്മാരെ, അതിനും പറയുന്ന പേരാണ് ഇസ്രാഫ് എന്ന്. പാകത്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്, ഏറെ ഉപയോഗിക്കാൻ പാടില്ല. പാകത്തിന് മാത്രമേ ഉതുവെടുക്കാനും കുളിക്കാനും വെള്ളം ഉപയോഗിക്കാവൂ. വെള്ളമില്ലാത്ത സ്ഥലങ്ങളെ നമ്മൾ ഓർക്കണം. ഇഷ്ടം പോലെ വെള്ളമുണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദു എടുക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് എത്ര കുറവാണ്, കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ അളവ് എത്ര കുറവാണ്. അവിടുത്തെ അനുയായികളായ നമ്മളും ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. സുബ്ഹാനല്ലാഹ്, ചില വീട്ടിലൊക്കെ 2000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്. ഒരു ദിവസം അത് 2-3 പ്രാവശ്യം നിറക്കേണ്ടി വരുന്നു. ആകെ
മെമ്പർമാര് 4 ഉള്ളൂ. എന്താന്ന് ചോദിച്ചു നോക്കുമ്പോ ഒരാൾക്ക് കുളിക്കാൻ തന്നെ 200 ലിറ്ററിലധികം വെള്ളം വേണം. എത്ര വെള്ളമാണ് ഈ ഉപയോഗിക്കുന്നത്? കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് കുളിച്ച് പഠിക്കണം. വെള്ളം അമിതമായി ഉപയോഗിച്ചാലും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വീട്ടിലെയും നമ്മുടെ സമ്പത്തിലെയും ബറക്കത്ത് നഷ്ടപ്പെടാനും അത് കാരണമാകും. പാകത്തിനാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കടൽക്കരയിലാണ് നീ വുളു എടുക്കുന്നതെങ്കിലും 3-ലധികം പ്രാവശ്യം നീ മുഖം കഴുകരുത്, 3-ലധികം പ്രാവശ്യം നീ കൈകരുത്. കടലിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ടെന്ന് കരുതിയിട്ട് ഇഷ്ടം പോലെ വെള്ളം കോരി ഒഴിവാക്കരുത്. കാല് കഴുകുമ്പോ സഹോദരങ്ങളെ ഒരൊറ്റ പാട്ട വെള്ളം കൊണ്ട് 3 പ്രാവശ്യം ഒരു കാല് കഴുകി ശീലിക്കണം. ഒരു പാട്ട വെള്ളം ഒരു തവണ കഴുകാനാക്കരുത്. കാരണം ഒരു പാട്ട വെള്ളം എന്ന് പറയുന്നത് ധാരാളം വെള്ളമുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ഒരൊറ്റ പാട്ട വെള്ളം കൊണ്ട് തന്നെ വെള്ളമില്ലാത്ത ഘട്ടത്തിൽ വുളു എടുക്കാൻ നമ്മൾ പഠിക്കേണ്ടി വരും. അത്രയധികം വെള്ളം കാലിന് മാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ല. ശ്രദ്ധിച്ച് സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. വീട് വൃത്തിയാക്കുന്നതിനും അലക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും പാകപ്പെടുത്തിയ രൂപത്തിന് വെള്ളം ഉപയോഗിക്കണം. ദൂർത്തടിക്കാൻ പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് ദൂർത്ത്. പാകത്തിനുള്ള വെള്ളം കൊടുത്താൽ മതി. ഇപ്പൊ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരു പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചിലയിടങ്ങളിലൊക്കെ പോയാൽ കാണാം. മുമ്പ് നമ്മൾ കല്യാണങ്ങളിൽ പോകുമ്പോ 2 തരം വെള്ളമാണ്. ഒന്ന് മധുരം ഉള്ളത്, മറ്റൊന്ന് മധുരം ഇല്ലാത്തത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് മധുരം ഉള്ളത് തന്നെ എത്ര കളറിലാണ്. അത്ര കളർ വേണ്ട, ഒരൊറ്റ സൈസ് വെള്ളം മതി. അമിതമായ ഒരു ചെലവും ഒരു വിഷയത്തിനും നല്ലതല്ല. ഒരാള് പറഞ്ഞു, ഏതെങ്കിലും പാർട്ടിക്കാർക്ക് കളറിന് ഒരു പ്രത്യേക കളർ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ കല്യാണത്തിൽ പോയാൽ മതി, അവിടെ ഉണ്ടാവും പുതിയ കളറ്. കാരണം വെച്ചിരിക്കുന്ന വെള്ളം അങ്ങനല്ലേ. ഒന്ന് ചുവപ്പാണെങ്കിൽ ഒന്ന് കറുപ്പ്, ഒന്ന് തവിട്ട്, ഒന്ന് നീല, ഒന്ന് പച്ച, ഏതെല്ലാം കളറില്ല. അങ്ങനെ ഉണ്ടോ? 2 വെള്ളല്ലേ ഉള്ളത്. മധുരം പറ്റുന്നവർക്ക് പറ്റുന്നത്, അല്ലാത്തവർക്ക് ഭക്ഷണം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും പിന്നെ മാംസം പറ്റൂല. അപ്പൊ ചില ആൾക്കാർക്ക് പച്ചക്കറി ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, അത് വേണ്ട തന്നെയാണ്. അങ്ങനെ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാർക്ക് പച്ചക്കറി കൊടുക്കണം. ഇറച്ചി എല്ലാവർക്കും പറ്റില്ല, കോഴി എല്ലാവർക്കും പറ്റില്ല. അത് പറ്റുന്നവർ അതും കഴിക്കണം. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഈ കൊടുക്കുന്ന വെള്ളം തന്നെ എത്രയാണ്? ധാരാളിത്തമാണ്. അത് വേണ്ട. ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. അതെല്ലാം അമിതമാണ്. അമിതമായി സ്വീകരിക്കാൻ പാടില്ല. പാകത്തിന്. കുടിക്കുന്ന വെള്ളവും അങ്ങനെ തന്നെയാണ്. ഓവറായി വെള്ളം കുടിക്കാൻ പാടില്ല. പാകത്തിന് കുടിക്കാവൂ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എന്ന ഒരു തിയറിയും ശരിയല്ല. പാകത്തിന് വെള്ളം കുടിക്കണം. ഇഷ്ടം പോലെ വെള്ളം കുടിച്ചാൽ ശരീരത്തിന് കനം കൂടും. കനം കൂടിയാൽ പിന്നെ പല സമയത്ത് ഉറക്കം വരും. അതുകൊണ്ടാണ് റമദാനിൽ തറാവീഹിൽ ഇഷ്ടം പോലെ ജ്യൂസും മറ്റും കുടിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നത്. അതുകൊണ്ട് വെള്ളം കുടിച്ചിട്ടാണ് അവിടെ. കാരണം ജ്യൂസ് ഒരു ഗ്ലാസ്, പായസം വേറൊരു ഗ്ലാസ്, ചായ 2-3 ഗ്ലാസ്, സുബ്ഹാനല്ലാഹ് തരിക്കഞ്ഞ് വേറെ ഗ്ലാസ്, പിന്നെ ഇളനീര് വേറെ ഒപ്പുണ്ടെങ്കിൽ അതൊരു ഗ്ലാസ്, പച്ചവെള്ളം ഒരു ഗ്ലാസ്. ഒന്ന് കൂട്ടി നോക്ക് നിങ്ങൾ. വെള്ളത്തിന്റെ അളവ് എന്നാണ് 2 ലിറ്റർ. പിന്നെ ഇതിന്റെ പുറമെയാണ് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ. അപ്പൊ കനം കൂടി കഴിയുമ്പോ ഉറക്കം വരും, ക്ഷീണം വരും, ഉന്മേഷവും ആവേശവും ഒക്കെ നഷ്ടപ്പെട്ടു. ശരീരത്തിന് പാകമൊത്ത കനമല്ലേ വേണ്ടത്. അതിനാണ് പാകത്തിലുള്ള വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർമാർ അങ്ങനല്ലേ പറയല്ലേ, പാകത്തിനുള്ള വെള്ളം കുടിക്കണം എന്നല്ലേ. ഓവറായിട്ടുള്ള വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. മഴവെള്ളം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വേണ്ടതുപോലെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു വെള്ളത്തിന്റെ വില പരിഗണിക്കണം. എന്നിട്ട് തങ്ങൾ ബനു ഇസ്രായേലിലുള്ള ഒരാളെ ചരിത്രം പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിന്. വെള്ളത്തിന്റെ വില നിങ്ങൾ പരിഗണിക്കണം. ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ വില അയാൾ തീരെ പരിഗണിച്ചില്ല. വെള്ളത്തിന് തീരെ വില അദ്ദേഹം എന്നും പാല് കറന്ന് വിൽക്കുന്ന ആളാണ്. അപ്പൊ പാലിൽ ലിറ്റർ കൂടാൻ വേണ്ടി കുറച്ച് വെള്ളം പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു പാലായിട്ട് തന്നെ വിൽക്കണം, വെള്ളം ചേർത്ത് വിൽക്കരുത്. മുമ്പ് ഒരാൾ അങ്ങനെ ചെയ്തിരുന്നു. പാലിൽ വെള്ളം ചേർത്ത് വിൽക്കും. 1 ലിറ്റർ പാലാണെങ്കിൽ 1.5 ലിറ്റർ ഉണ്ടാവും, കൊണ്ടുപോയി കൊടുക്കും. 1/2 ലിറ്റർ വെള്ളവും 1 ലിറ്റർ പാലും. 2 ലിറ്റർ പാലാണെങ്കിൽ അയാളെ പകരം 1/2 ലിറ്റർ കൂടി ചേർക്കും. 2.5 ലിറ്ററായി. ഈ 1/2 ലിറ്റർ എന്താണ്? വെള്ളാണ്. പക്ഷെ കൊടുക്കുന്ന എന്തായിട്ടാണ്? പാലായിട്ട്. ചെയ്യാൻ പാടില്ല, ചതിയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പാലിൽ വെള്ളം ചേർക്കരുത്. പാലായിട്ടും വെള്ളമായിട്ടും തന്നെ വിൽക്കണം. വെള്ളം വിറ്റോളൂ, കുഴപ്പമില്ലല്ലോ. വെള്ളം വെള്ളമായിട്ട് പക്ഷെ അത്ര വില കിട്ടില്ല, അതാ കുഴപ്പം. പാലിന്റെ വില വെള്ളത്തിൽ കിട്ടുന്നില്ലല്ലോ. ഒരു കുപ്പി വെള്ളം വാങ്ങിയാലൊന്നെങ്കിൽ 15 അല്ലെങ്കിൽ 20 രൂപയുള്ളൂ. 1/2 ലിറ്റർ പാലിന് എത്ര പൈസ കൊടുക്കണം? അതിനേക്കാൾ ഏറെ കൊടുക്കണം. 1 ലിറ്റർ ആകുമ്പോൾ പിന്നെയും കൊടുക്കും. 1 ലിറ്റർ കുപ്പി വെള്ളത്തിന്റെ വില ഉണ്ടോ? 1 ലിറ്റർ പാലിന് ഏറെയാണ്. ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു. അയാളെന്നും അങ്ങനെ വിൽക്കും. ഇടക്കാലത്ത് അയാൾ ഒരു കൊരങ്ങനെ വാങ്ങി. ആ കൊരങ്ങുമായിട്ടാണ് പിന്നെ മൂപ്പര് യാത്രകൾ. അങ്ങനെ ഒരു കപ്പൽ യാത്രയിൽ ഈ കൊരങ്ങനെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണസഞ്ചി, നമ്മൾ പൈസ എന്നൊക്കെ പറയുന്ന എടുത്ത് ഓരോന്നും ഇങ്ങനെ എണ്ണി റെഡിയാക്കി ആ പൈസന്റെ ഉള്ളിൽ റെഡിക്ക് ഇങ്ങനെ വെച്ചപ്പോ ഈ കൊരങ്ങ് ഈ പൈസും തട്ടിപ്പറിച്ചുകൊണ്ട് കപ്പലിന്റെ മുകളിലേക്ക് കയറി. ഇയാൾക്ക് കപ്പലിന്റെ മേലെ കയറാൻ കഴിയില്ലല്ലോ. കപ്പലിന്റെ മുകളിൽ കയറി കുരങ്ങ്. മുകളിൽ കയറിയിട്ട് കുരങ്ങ് ഈ പൈസ തുറന്നു. അതിൽ നിന്ന് 1 ദിർഹം എടുത്തു. 1 ദിർഹം എടുത്തപ്പോ ഇയാൾ കുരങ്ങനെ നോക്കിട്ട് പറഞ്ഞു, കുരങ്ങേ നീ എന്റെ സ്വന്തം ഒരു കൂട്ടുകാരനെ പോലെ ഞാൻ നിന്നെ വളർത്തുന്നതാണ്, തീറ്റിപ്പോറ്റുന്നതാണ്. എനിക്ക് ഞാൻ ഭക്ഷണം തരുന്നു, കിടക്കാനുള്ള സ്ഥലം തരുന്നു. എന്തൊരു സ്നേഹം എനിക്ക് നിന്നോട്. ദിർഹം ഒരിക്കലും നീ തായോട്ടിടരുത്, എനിക്ക് തരണം. 1 ദിർഹം കുരങ്ങ് എടുത്തുകൊണ്ട് നേരെ അയാളെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. 2 കൈയും നീട്ടിയാൾ സ്വീകരിച്ചു. കുരങ്ങിന് സന്തോഷം പറഞ്ഞു. അടുത്ത 1 ദിർഹം എടുത്തുകൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇട്ടു. കടലിലേക്കാണ് ഇടുന്ന. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് വല്ലാത്ത സങ്കടം. 3-ാമത്തെ ദിർഹം എടുത്ത് അയാളെ കയ്യിലേക്ക് ഇട്ടു. 4-ാമത്തെ ദിർഹം എടുത്തു കടലിലേക്ക് ഇട്ടു. പകുതി അയാൾക്കും പകുതി കടലിലേക്കും ഇട്ടു. വെള്ളത്തിന്റെ വില വെള്ളത്തിനും പാലിന്റെ വില പാൽക്കാരനും കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൊരങ്ങയാൾക്കൊരു പാഠം പഠിപ്പിച്ചതാണ്. വിറ്റപ്പോൾ വെള്ളത്തിന് വില കണ്ടിരുന്നില്ലല്ലോ, ഇപ്പോൾ അതിന്റെ സമ്പാദ്യം വെള്ളത്തിന്റെ വില വെള്ളത്തിന് കൊടുത്തു, പാലിന്റെ വില പാൽക്കാരനും കൊടുത്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളം ഉപയോഗിക്കുന്നിടത്ത് നന്നായി സൂക്ഷിക്കണം. പാലിൽ കലർത്തിയിട്ട് പാലാണെന്ന് പറഞ്ഞ് വിറ്റുകൂടാ, അത് ചതിയാണ്, ബറക്കത്ത് കുറയുന്ന കാര്യമാണ്, സാമ്പത്തിക നഷ്ടം ഏൽക്കുന്ന വിഷയമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട വിഷയം തന്നെയാണ് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന വെള്ളം വറ്റി വരണ്ടു പോയാൽ അത് കൊണ്ടുതരാൻ ഇവിടെ ഒരാൾക്കും കഴിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയല്ലേ വെള്ളം തരുന്നവൻ. ആ വെള്ളത്തെ സംബന്ധിച്ച് അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു തരുമോ? മേഘത്തിൽ നിന്ന് ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് നിങ്ങളാണോ അതല്ല നമ്മളാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. എല്ലാ വെള്ളവും
ഉപ്പ് രുചിയുള്ള വെള്ളമാക്കി നമ്മൾ മാറ്റിയാൽ നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാൻ നല്ല വെള്ളം കിട്ടും? നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാൻ സ്വാദിഷ്ടമായ വെള്ളം കിട്ടും? കടലിനോട് ചാരിയിട്ട് കുഴിക്കുന്ന കിണറിലും സുബ്ഹാനല്ലാഹ് അത്ഭുതമല്ലേ, എന്തൊരു ശുദ്ധജലമാണ്. ദ്വീപിൽ പോയി നോക്കൂ നിങ്ങൾ, വളരെ അടുത്താണ് കടലുള്ളത്. ആ കടലിന്റെ 1-2 മീറ്റർ പുറത്തവർ കിണർ കുടിക്കുന്നു. പക്ഷേ കുടിക്കുന്ന കിണറിലെ വെള്ളത്തിന് ഉപ്പ് രുചിയില്ല, കടലിലെ വെള്ളത്തിന്റെ നിറമാറ്റമില്ല, അത്ര കട്ടിയും ഇല്ല. കുടിക്കാൻ എന്ത് സ്വാദിഷ്ടമായ വെള്ളമാണ്. അല്ലാഹുവല്ലേ ഈ വെള്ളം തരുന്നത്, അല്ലാഹുവല്ലേ ഈ വെള്ളം നമുക്ക് സംവിധാനിക്കുന്നത്. ആ റബ്ബിന്റെ അനുഗ്രഹമാകുന്ന വെള്ളം വേണ്ടതുപോലെ ഉപയോഗിക്കുകയും വേണ്ടതുപോലെ